ബാക്ക്ഗ്രൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ. അതിനെന്ത് ചെയ്യും എന്ന് ചെയ്യുന്നു അതാലോചിച്ച് ഞങ്ങൾ ഏതാണ്ട് ഒരാഴ്ചയോളം വാഗമണിയിരുന്നു. അവസാനം നമുക്ക് ഒരു സംഭവം വരുന്നില്ല, അപ്പോൾ കിട്ടുന്നതിലൊന്നും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും തൽക്കാലം നമുക്ക് പെൻഡിങ് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വി ആർ വർഷം കൂടെ പിരിയാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് യാദൃശ്യമായിട്ട് രവീണ്ണ വരികയും. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു സംശയം വി ആർ ജി അപ്പോൾ ഈ ബസ്സിലേക്ക് വി ആർ ജി വെച്ചാൽ വി ആർ ഗോപാലകൃഷ്ണൻ, ഈ ബസ്സിലേക്ക് ഒരു പെൺകുട്ടി അപരിചിതയായ അല്ലെങ്കിൽ ഒരു സ്വന്തം വ്യക്തിത്വം മറച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടി ഈ ബസ്സിനകത്ത് വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി തെളിയുമോ? അപ്പോൾ ഞാൻ ഏതാണ്ട് വി ആർ ജി ബാഗൊക്കെ എടുത്ത് തോളിലിട്ടതാണ്. വി ആർ ജി ബാഗ് തിരിച്ചു വെച്ചു, ഇരിക്കും നീ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പോഴാണ് ഇവർ വരുന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ അവർക്കൊന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊള്ളാം, അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നു, അവിടെ നിന്നൊരു കഥയുണ്ടാവും. കൃഷ്ണേട്ടൻ കടടച്ചു പോയി എന്നാ തോന്നണത്. എന്താ ചങ്ങലയുടെ ശബ്ദം കേൾക്കണേ? വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉടച്ചൊന്നും പറയാതിരിക്കോ? എന്താ നീ ആ ലൈറ്റ് വന്നിട്ട്? അയ്യോ, നിന്റെ കട്ടിൽ ആരാ കിടക്കണ? ഇതെവിടെ നിന്ന് കയറി? കണ്ടിട്ടൊരു കാബൂളി സ്റ്റൈലുണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല, ഈ ബാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടവും കണ്ടില്ല. ഇന്നാണ് കഴുകി വൃത്തിയാക്കിട്ട ഷീറ്റ് അത്. നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിയായിട്ട് സാധനത്തിന് പിടിക്കാൻ എന്നെ കിട്ടുന്നില്ല. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്.